ഗേറ്റ് ഓഫ് ഗോസ്പലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശാപം എന്ന വിഷയത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ശാപം ഭൂമിയിലേക്ക് ആദ്യമായി വന്നത് എങ്ങനെയാണ്? ആരാണ് ആദ്യം ശപിക്കപ്പെട്ടത്? ശാപം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഈ വിഷയത്തെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നു. ശാപം എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത് കെർസ് എന്ന പദമാണ്. ഇതിനർത്ഥം ശപിക്കുക, ശാപം എന്നൊക്കെയാണ്. എബ്രായ ഭാഷയിൽ ശാപം എന്നതിന് അരാർ അല്ലെങ്കിൽ അരൂർ, അലഫ്, അലാഹ്, ഹലാൽ, കിലാല എന്ന പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പദങ്ങളെല്ലാം ഓരോ സന്ദർഭങ്ങൾക്കനുസരിച്ച് അർത്ഥത്തിന് വ്യത്യാസങ്ങളുണ്ട്. ഗ്രീക്ക് ഭാഷയിൽ ശാപം എന്നതിന് പ്രധാനമായി രണ്ട് പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ വാക്ക് കത്തരാസ് എന്ന വാക്കാണ്. രണ്ടാമത്തെ വാക്ക് കത്താര എന്നാണ്. കത്താര എന്ന വാക്കും കത്തരാസ് എന്ന വാക്കും പുതിയ നിയമത്തിൽ ശാപം എന്നതിന് പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നു. കത്താര എന്ന പദം പുതിയ നിയമത്തിൽ 6 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. കത്തരാസ് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രാകുക, ശപിക്കുക, ഒരാൾക്ക് ആപത്ത് വരണമെന്ന് ആഗ്രഹിക്കുക എന്നൊക്കെയാണ്. പഴയ നിയമത്തിലെ 4 എബ്രായ പദങ്ങളും അർത്ഥം ഏറെക്കുറെ ഇങ്ങനെയാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ അർത്ഥങ്ങൾക്ക് അല്പസ്വല്പം വ്യത്യാസങ്ങളുണ്ട്. ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടു മാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം 5-ാം വാക്യം. ഇവിടെ അരൂർ എന്ന എബ്രായ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം കഠിനമായ ശാപം, ശപിക്കപ്പെട്ടവൻ, ദൈവത്തിൻ്റെ സംരക്ഷണം ഇല്ലാതിരിക്കുക എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ശാപം എന്നതിൻ്റെ മൂലകൃതികളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും എന്താണെന്ന് ഗ്രഹിച്ചുവല്ലോ. ശാപം ആദ്യമായി ഭൂമിയിലേക്ക് വന്നത് എങ്ങനെയാണ്? ആദ്യം ശപിക്കപ്പെട്ടത് ആരാണ്? ആദ്യം ശപിക്കപ്പെട്ടത് ഒരു ജീവിയാണ്. ആ ജീവി സർപ്പമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ദൈവം സർപ്പത്തെ ശപിച്ചു എന്നവിടെ എഴുതിയിട്ടുണ്ട്. എന്തായിരുന്നു അതിൻ്റെ കാരണം? നിഷ്പാപികളായിരുന്ന, നിഷ്കളങ്കളായിരുന്ന ആദത്തെയും ഹവ്വയെയും പിശാച് സർപ്പത്തിൻ്റെ വേഷം പൂണ്ടുവന്ന് അവരെ പാപത്തിൽ വീഴിച്ചു കളഞ്ഞു. അവരെ പാപത്തിൽ വീഴിച്ച് കളഞ്ഞതുകൊണ്ടാണ് ദൈവം സർപ്പത്തെ ശപിച്ചത് എന്നാണ് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ ശാപം ഏറ്റുവാങ്ങിയ സൃഷ്ടി അല്ലെങ്കിൽ ജീവി സർപ്പമാണ്. രണ്ടാമതായി ദൈവം ഭൂമിയെ ശപിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17-ഉം 18-ഉം വാക്യങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ കൽപ്പന അല്ലെങ്കിൽ വാക്ക് അനുസരിക്കാതെ ഭാര്യയുടെ വാക്ക് കേട്ട് ദൈവം വിലക്കപ്പെട്ട വൃക്ഷത്തിൻ്റെ ഫലം ആദവും ഹവ്വയും തിന്നതിൻ്റെ വെളിച്ചത്തിൽ ദൈവം നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഇനിമേൽ നീ കൃഷി ചെയ്താൽ ഭൂമിയിൽ നിന്നും നീ ഉദ്ദേശിക്കുന്നതായ തരത്തിലുള്ള 100% ഫലം നിനക്ക് കിട്ടുകയില്ല. നീ നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഉപജീവനം കഴിക്കണമെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ആദവും ഹവ്വയും പാപം ചെയ്തതിൻ്റെ ഫലമായി അവർ നിമിത്തം ദൈവം ഭൂമിയെ ശപിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17-ഉം 18-ഉം വാക്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നു. മൂന്നാമതായി കയീൻ ശപിക്കപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 9-ഉം 11-ഉം വാക്യങ്ങൾ. കയീൻ ശപിക്കപ്പെട്ടു. കയീൻ ശപിക്കപ്പെടുവാനുള്ള കാരണം തൻ്റെ സഹോദരനായ ഹാബേലിനെ ഒരു കാരണവും കൂടാതെ അകാരണമായി അകാലത്തിൽ അവനെ വകവരുത്തിയതുകൊണ്ട്, അവനെ കൊന്നതുകൊണ്ട് ദൈവം കയീനെ ശപിച്ചു എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. നീ ശാപഗ്രസ്തനായി തീരണം എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ദൈവം കയീനെ ശപിച്ചു. കയീൻ്റെ വംശം ശപിക്കപ്പെട്ട ശാപത്തിന് കീഴിലായി അങ്ങനെ ഒരു വംശമായി അത് മാറിപ്പോയി എന്ന് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അകാരണമായ തെറ്റ് ചെയ്തതുകൊണ്ടും ഒരു പാപവും ചെയ്യാതിരുന്ന നീതിമാനായ തൻ്റെ സഹോദരനെ
അകാരണമായി കൊന്നതുകൊണ്ട് കയീൻ ശപിക്കപ്പെട്ടവനായി ശാപത്തിന് കീഴിൽ അവൻ്റെ തലമുറ ആയി തീർന്നു എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. നാലാമതായി കനാൻ ശപിക്കപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 25-ാം വാക്യം. കനാൻ നോഹയുടെ ഒരു മകനായിരുന്നല്ലോ. കനാൻ ശപിക്കപ്പെടുവാനുള്ള കാരണം ഈ നോഹ ജലപ്രളയത്തിന് ശേഷം ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി ആ മുന്തിരിത്തോട്ടത്തിൻ്റെ അനുഭവം കൊണ്ട് വീഞ്ഞുണ്ടാക്കി അവൻ വീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ച് കിടന്നപ്പോൾ തൻ്റെ വസ്ത്രം നീങ്ങിപ്പോയിരുന്നു. ഇത് കനാൻ എന്ന മകൻ കാണുകയും അപ്പൻ്റെ നഗ്നത മറയ്ക്കാതെ ആ വിവരം തൻ്റെ സഹോദരന്മാരോട് ചെന്ന് പറയുകയും സഹോദരന്മാർ ആ വിവരം കേട്ടപ്പോൾ അപ്പൻ്റെ നഗ്നത കാണാതെ ഒരു മുണ്ടെടുത്ത് മുഖം മറച്ചുകൊണ്ട് അപ്പൻ്റെ നഗ്നത മറച്ചു. നോഹ ബോധം തെളിഞ്ഞപ്പോൾ ഈ വിവരം അറിയുകയും തൻ്റെ മകനെ ശപിക്കുകയും ചെയ്തു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5 ശിമയോനും ലേവിയും ശപിക്കപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ശിമയോനും ലേവിയും യാക്കോബിൻ്റെ മക്കളായിരുന്നല്ലോ. അപ്പോൾ സ്വന്തം പിതാവ് തൻ്റെ 2 മക്കളെയും ശപിക്കുവാനുണ്ടായ കാരണം യാക്കോബ് പദനാരാമിൽ നിന്നും പുറപ്പെട്ടു വന്ന് 20 കൊല്ലത്തെ പദനാരാമിലെ സഹവാസം കഴിഞ്ഞ് തൻ്റെ അപ്പൻ്റെ നാട്ടിലേക്ക് യാത്ര പുറപ്പെട്ട് ശേഖേമിൽ വന്നു. അവിടെ കൂടാരമടിച്ച് കുറച്ചു കാലം പാർത്തു. അങ്ങനെ പാർത്തിരിക്കുന്ന സമയത്ത് ശേഖേം നിവാസികളുമായി യാക്കോബും യാക്കോബിൻ്റെ മക്കളും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി. ആ ഉടമ്പടിയുടെ അടിസ്ഥാനം യാക്കോബിൻ്റെ മകളെ ശേഖേം നിവാസികൾ ശേഖേമിന് വിവാഹം കഴിച്ചു കൊടുക്കുവാൻ ഉള്ള ഒരു ധാരണയായിരുന്നു ആ ഉടമ്പടി. എന്നാൽ പ്രാരംഭത്തിൽ ആ ഉടമ്പടിയിൽ യാക്കോബിൻ്റെ മക്കൾക്കും യാക്കോബിനും താല്പര്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും ശേഖേം നിവാസികളുടെ നിർബന്ധ പ്രകാരം ഞങ്ങൾ നിങ്ങളെപ്പോലെ പരിച്ഛേദനയേറ്റ് ഇസ്രായേൽ ജാതിയോട് ചേർന്ന് കൊള്ളാമെന്ന് പറഞ്ഞ് കരാർ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ അവരതിന് സമ്മതിക്കുകയും ആ കരാറിൻ പ്രകാരം അവരെല്ലാം ശേഖേം നിവാസികൾ ഒറ്റ ദിവസം കൊണ്ട് പുരുഷന്മാരെല്ലാം പരിച്ഛേദനയേറ്റ് വേദനപ്പെട്ടിരിക്കുന്ന സമയത്ത് ലേവിയും അതുപോലെ ശിമയോനും ചെന്ന് അവരെ നിഷ്കരണം വെട്ടിക്കൊന്നു. അങ്ങനെ ശേഖേം നിവാസികളെ വകവരുത്തി. ഈ വിവരം യാക്കോബ് അറിഞ്ഞിരുന്നില്ല. യാക്കോബിന് ആ കാര്യത്തിൽ താല്പര്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ വസ്തുത അറിഞ്ഞപ്പോൾ യാക്കോബ് വളരെയധികം ദുഃഖിക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ മക്കൾ ചെയ്ത ഹീന കൃത്യത്തെ യാക്കോബ് അപലപിക്കുകയും അവരെ ശപിക്കുകയും ചെയ്തു എന്നാണ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6-ാമതായി യെരിഹോ പട്ടണം വീണ്ടും പണിയുന്നവൻ ശപിക്കപ്പെടും എന്ന് യോശുവ ഒരു ശപഥം ചെയ്തിരുന്നു. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 26-ാം വാക്യത്തിൽ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങനെ യെരിഹോ പട്ടണം ഇസ്രായേൽ മക്കളുടെ കനാൻ നാട്ടിലേക്കുള്ള പ്രയാണ മധ്യത്തിൽ യെരിഹോവിനെ തോൽപ്പിച്ച് അത് ദൈവത്തിന് ശപഥാർപ്പിതമായി യോശുവ നേരുകയും ആരെങ്കിലും ഇനിമേൽ ഈ യെരിഹോ പട്ടണം പണിതാൽ അവൻ്റെ മകനും അവൻ്റെ കുടുംബവും നശിക്കുമെന്ന് യോശുവ ഒരു പ്രതിജ്ഞ ചെയ്തതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കുറേ കാലങ്ങൾക്ക് ശേഷം ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുകയും ന്യായാധിപന്മാരുടെ ഭരണം കഴിഞ്ഞ് അവർ രാജാക്കന്മാരുടെ ഭരണത്തിലേക്ക് എത്തുകയും ഇസ്രായേൽ ദീർഘവർഷങ്ങൾക്ക് ശേഷം ഇസ്രായേലിൽ ആഹാബ് രാജാവായി ഭരിക്കുന്ന കാലത്ത് വാഴുന്ന കാലത്ത് ഹീയേൽ എന്ന ഒരാൾ യെരിഹോം പണിയുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഹീയേൽ യെരിഹോവിൻ്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവൻ്റെ മൂത്ത മകനും അതിന് പടിവാതിൽ വെച്ചപ്പോൾ ഇളയ മകനും മരിച്ചു എന്ന് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 16-ാം അധ്യായം 34-ാം വാക്യത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ യോശുവ അന്ന് ചെയ്ത ആ ശബ്ദപ്രകാരം ആ ശബ്ദം നിറവേറി ആ ശാപം അവിടെ മേൽ വന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യോശുവ പറഞ്ഞത് ഇനി ആരെങ്കിലും യെരിഹോ പണിതാൽ അവൻ ശപിക്കപ്പെടും, അവനും അവൻ്റെ കുടുംബവും ശാപമേൽക്കുമെന്ന് യോശുവ ശപഥം ചെയ്ത ആ ശപഥം ആഹാബ് രാജാവിൻ്റെ കാലത്ത് ഹീയേൽ എന്നൊരു വ്യക്തി യെരിഹോ പണിയാൻ തീരുമാനിച്ചപ്പോൾ അവൻ്റെ 2 മക്കളും ആ കാലത്തിൽ പട്ടുപോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യെരിഹോ വളരെ സുശക്തമായ ഒരു പട്ടണമായിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ അതിനെ ദൈവകൃപയാൽ ദൈവത്തിൻ്റെ സഹായത്താൽ നിഷ്പ്രയാസം കീഴടക്കി അവർ മുൻപോട്ട് പോയി എന്നുള്ളതാണ്. എന്നാൽ ദീർഘവർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും യോശുവ ചെയ്ത ആ ശപഥം അങ്ങനെ തന്നെ നിറവേറി കഴിഞ്ഞു എന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം ഭൂമി ശപിക്കപ്പെട്ടു എന്ന് നാം ചിന്തിച്ചല്ലോ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യത്തിലാണ് ദൈവം പറഞ്ഞത് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ
ആദാമ്യ സന്തതി നോഹയുടെ ജനനം വരെയും ശാപത്തിന് കീഴിൽ ശാപം നിറഞ്ഞ ഭൂമിയിലായിരുന്നു അവർ പാർത്തു വന്നിരുന്നത്. എന്നാൽ നോഹയുടെ ജനനത്തോടനുബന്ധിച്ച് നോഹയുടെ പിതാവ് പറഞ്ഞ ഒരു വാക്യം പ്രത്യേകാൽ ശ്രദ്ധേയമാണ്. നോഹയുടെ ജനനത്തെക്കുറിച്ച് പറഞ്ഞത്, ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. യഹോവ ശപിച്ച ഭൂമിയിൽ ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 28-ഉം 29-ഉം വാക്യങ്ങൾ. അപ്പോൾ അതുവരെയും നോഹയുടെ ജനനം വരെയും ശാപഗ്രസ്തരായി ശാപം നിറഞ്ഞ ഭൂമിയിലായിരുന്നു അവർ പാർത്തിരുന്നത്. എന്നാൽ ഈ ശാപത്തിന് ഒരു ആശ്വാസം, ഒരു അറുതി ഉണ്ടാകും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് തൻ്റെ മകന് ഇട്ട പേരാണ് നോഹ. ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ് യഹോവ ശപിച്ച ഭൂമിയിൽ നോഹയുടെ ജനനത്തിലൂടെ ഒരു വിടുതലുണ്ടാകും, അല്ലെങ്കിൽ ഒരു ആശ്വാസം ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് അവന് നോഹ എന്ന് പേരിട്ടത്. എന്നാൽ നോഹയുടെ ജലപ്രളയത്തിന് ശേഷം, അതായത് നോഹയും കുടുംബവും ജലപ്രളയത്തിലൂടെ രക്ഷപ്പെട്ടല്ലോ 8 പേര്. ആ ജലപ്രളയത്തോടു കൂടെ നോഹയും കുടുംബം ഒഴികെ മറ്റുള്ളവരെല്ലാവരും ആ ശാപം നിറഞ്ഞ ഭൂമിയും പ്രളയത്തിൽ നശിച്ച് അത് ശുദ്ധീകരിക്കപ്പെട്ടു. എന്നാൽ പ്രളയാനന്തരം നോഹ ഉൾപ്പെട്ട 8 പേര് പെട്ടകത്തിൽ നിന്നും ഇറങ്ങിയപ്പോൾ ദൈവം നോഹയും കുടുംബത്തെയും അനുഗ്രഹിച്ച് ശേഷം ഇപ്രകാരം പറഞ്ഞു, ഇനി മനുഷ്യരുടെ നിമിത്തം ഞാൻ ഭൂമിയെ ശപിക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 21-ാം വാക്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോഹയുടെ ജനനത്തോടു കൂടി ജലപ്രളയത്തോടു കൂടി ആ തലമുറ നശിക്കുകയും നോഹയും കുടുംബവും മാത്രം രക്ഷപ്പെടുകയും പുതിയൊരു തലമുറ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ തലമുറയിൽ ഉള്ള ആളുകൾ വസിച്ചത് ശാപമില്ലാത്ത ഭൂമിയിലാണ് എന്ന് വേണം നാം മനസ്സിലാക്കാൻ. ദൈവം പറഞ്ഞത് മനുഷ്യന്റെ നിമിത്തം ഇനി ഞാൻ ഭൂമിയെ ശപിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ജലപ്രളയം വരെ ശാപം നിറഞ്ഞ ഭൂമിയിലായിരുന്നു ആദാമ്യ സന്തതികൾ പാർത്തു വന്നിരുന്നു എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ ന്യായപ്രമാണ യുഗത്തിലായിരുന്നല്ലോ അവർ പാർത്തിരുന്നത്. അങ്ങനെ അവർ ന്യായപ്രമാണ യുഗത്തിൽ പാർക്കുമ്പോൾ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്നും അടിമത്തവാസം ഉപേക്ഷിച്ച് ദൈവം അവരെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ച് തേനും പാലും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് അവരെ കൊണ്ടുവരുന്ന സമയത്ത് ആ കനാൻ നാട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദൈവം അവർക്ക് വേണ്ടിയിട്ട് ഒരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടി എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ശാപവും അനുഗ്രഹവും ഞാൻ വെച്ചിട്ടുണ്ട്. അതായത് എൻ്റെ കൽപ്പനകളെ അനുസരിച്ച് എൻ്റെ പ്രമാണത്തിന് അനുസൃതമായി നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹമുണ്ടാകും. അതനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ശാപമുണ്ടാകുമെന്ന് ദൈവം പറഞ്ഞു. ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചാൽ അനുഗ്രഹവും അനുസരിച്ചില്ലെങ്കിൽ ശാപവും ഉണ്ടാകും. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 26 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അനുഗ്രഹത്തെയും ശാപത്തെയും പ്രതിനിധാനം ചെയ്തിരുന്നത് 2 മലകളായിരുന്നു. ഒന്നാമത്തെ മല, അനുഗ്രഹം നൽകുന്ന മല ഗെരിസിംഗ് മലയാണ്. ശാപം നൽകുന്ന മല ഏബാൽ മലയാണ്. അപ്പൊ ഗെരിസിംഗ് മലയിൽ വെച്ച് അനുഗ്രഹവും ഏബാൽ മലയിൽ വെച്ച് ശാപവും പ്രസ്താവിക്കണമെന്നാണ് മോശയോട് ദൈവം കൽപ്പിച്ചത്. അങ്ങനെ ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിച്ചപ്പോൾ അവരെ അനുഗ്രഹിപ്പാൻ ദൈവം മോശയോട് ഗെരിസിംഗ് മലയിൽ വെച്ച് അനുഗ്രഹിക്കാൻ പറഞ്ഞു. എന്നാൽ അവർ തെറ്റ് ചെയ്താൽ, ദൈവത്തിന് പ്രമാണം വിട്ട് ജീവിച്ചാൽ അവർക്ക് ഏബാൽ പർവ്വതത്തിൽ വെച്ച് ശാപവും പ്രസ്താവിച്ചിരുന്നു. അപ്പോൾ 2 മലകൾ, ഗെരിസിംഗ് മലയും ഏബാൽ മലയും, ശാപത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പ്രതീകമായി ഇസ്രായേലിൽ ഇന്നും അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ആ വാസ്തവം. അപ്പം ന്യായപ്രമാണ യുഗത്തിൽ ദൈവം വെച്ചിരുന്നതായ ഒരു പ്രമാണമായിരുന്നു അത്. മാത്രമല്ല, ന്യായപ്രമാണ യുഗത്തിൽ ഇസ്രായേൽ മക്കൾക്ക് അവർ പാലിക്കേണ്ടതായ ചില നിയമങ്ങൾ ദൈവം നൽകിയിരുന്നു. അതായത് അത് ഏതെല്ലാം തെറ്റുകൾ പ്രവൃത്തികൾ അവർ ചെയ്താൽ അവർ ശപിക്കപ്പെടുമെന്ന് ഒരു പ്രമാണം മോശയുടെ ന്യായപ്രമാണത്തിലൂടെ ദൈവം അവർക്കായി നൽകിയിട്ടുണ്ട്. അത് ചിലതിവിടെ സൂചിപ്പിക്കുന്നു. ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. ശില്പിയുടെ കൈപ്പണിയായി
യഹോവയ്ക്ക് അറപ്പായ വല്ല വിഗ്രഹത്തെയും കൊത്തിയോ വാർത്തോ ഉണ്ടാക്കി രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് ഉത്തരം പറയണം. അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. കൂട്ടുകാരൻ്റെ അതിർ നീക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. കുരുടനെ വഴി തെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. പരദേശിയുടെയും അനാഥന്റെയും വിധവയുടെയും ന്യായം മറിച്ചു കളയുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. അപ്പൻ്റെ ഭാര്യയോടുകൂടെ ശയിക്കുന്നവൻ അപ്പൻ്റെ വസ്ത്രം നീക്കിയത് കൊണ്ട് ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. വല്ല മൃഗത്തോടും കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. അപ്പൻ്റെ മകളോ അമ്മയുടെ മകളോ ആയ സഹോദരിയോട് കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. അമ്മാവി അമ്മയോട് കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. കൂട്ടുകാരനെ രഹസ്യമായി കൊല്ലുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. കുറ്റമില്ലാത്തവനെ കൊല്ലിക്കേണ്ടതിന് പ്രതിഫലം വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ പ്രമാണമാക്കി അനുസരിച്ച് നടക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. അപ്പം മോശയുടെ ന്യായപ്രമാണത്തിലൂടെ ഇസ്രായേൽ മക്കൾക്ക് നൽകിയ പ്രമാണമായിരുന്നു ഇത്. അപ്പം ഈ പ്രവൃത്തികൾ ആരെങ്കിലും ചെയ്താൽ അവൻ നിശ്ചയമായും ശപിക്കപ്പെട്ടവൻ തന്നെയാണ് എന്നാണ് പഴയ നിയമകാലത്ത് നൽകിയിരുന്ന ദൈവികമായിരിക്കുന്ന പ്രമാണം. അപ്പോൾ ന്യായപ്രമാണ യുഗത്തിലെ അല്ലെങ്കിൽ പഴയ നിയമകാലത്തുണ്ടായിരുന്ന ശാപങ്ങളെക്കുറിച്ചാണ് ചിലത് നാം പരിശോധിച്ചത്. ഇനി പഴയ നിയമകാലത്ത് ശപിക്കുവാൻ പാടില്ലാത്തതായ 5 കാര്യങ്ങളുണ്ട്. അതായത് മനുഷ്യനെ ശപിക്കുവാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ. 1, അപ്പനെയും അമ്മയും ശപിക്കരുത്. പുറപ്പാട് പുസ്തകം 21 അധ്യായം 17 വാക്യം. 2, ദൈവത്തിൻ്റെ അധിപതിയെ ശപിക്കരുത്. പുറപ്പാട് പുസ്തകം 22 അധ്യായം 26 വാക്യം. ദൈവത്തിൻ്റെ അധിപതി എന്ന് പറഞ്ഞാൽ അത് പുരോഹിതന്മാരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ദൈവത്തിനും മനുഷ്യനും ഇടയിൽ നിൽക്കുന്ന മധ്യസ്ഥന്മാരെ, പുരോഹിതന്മാരെ, ദൈവത്തിൻ്റെ അധിപതിമാരെ, അവരെ ശപിക്കുവാൻ പാടില്ല എന്നാണ് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. 3, ചെകിടനെ ശപിക്കരുത്. ലേവ്യ പുസ്തകം 19 അധ്യായം 14 വാക്യം. ചെകിടന് കേൾക്കുവാൻ കഴിയില്ല എന്ന് കരുതി അവനെ ശപിക്കുവാനോ അവനെ അപഹസിക്കുവാനോ അവനോട് എന്തും പറയുവാനോ പ്രമാണമില്ല. അങ്ങനെ ചെയ്യുവാനായിട്ട് പാടില്ല. 4, രാജാവിനെ ശപിക്കരുത്. സഭാപ്രസംഗി 10:20 വാക്യം. 5, ധനവാനെ ശപിക്കരുത്. സഭാപ്രസംഗി 10:20 വാക്യം. അപ്പോൾ ധനവാനെയും രാജാക്കന്മാരെയും ശപിക്കുവാൻ പാടില്ല. രാജാക്കന്മാരെ ദൈവം നിയമിക്കുന്നതാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് രാജാവ്. ജനത്തെ ഭരിക്കുവാൻ ദൈവത്താൽ നിയമിതനായി തീരുന്ന ആ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ജനത്തിൻ്റെ അധിപതിയാണ് രാജാവ്. ആ രാജാവിനെ ദുഷിക്കുവാനോ ആ രാജാവിനെ ശപിക്കുവാനോ പാടില്ല എന്ന് ദൈവികമായ വ്യവസ്ഥ പഴയ നിയമകാലത്ത് ഉണ്ടായിരുന്നു. ഇനി മനുഷ്യനെ ശപിച്ച ആ കൂട്ടത്തിൽ ചില കാര്യങ്ങൾ കൂടി ഇവിടെ സൂചിപ്പിക്കുന്നു. മറ്റുള്ളവരെ ശപിച്ച ചില വ്യക്തികളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. 1, ഗോലിയാത്ത് ദാവീദിനെ ശപിച്ചു. 1 ശമൂവേൽ 17:43 വാക്യം. ഗോലിയാത്ത് അജാനബാഹുവായ ഒരു മല്ലനായിരുന്നു. എന്നാൽ ദാവീദ് കൃശഗാത്രനായ ഒരു സുന്ദര കോമളനായ പവിഴ നിറമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഗോലിയാത്തും ദാവീദും ഒരുപാട് അന്തരമുണ്ട്. പക്ഷെ എങ്കിലും മല്ലനായ ആ ഗോലിയാത്തിനെ ദാവീദ് കൊന്നു. അവൻ്റെ വാളെടുത്ത് ഗോലിയാത്തിനെ തല വെട്ടിക്കൊണ്ടാണ് ദാവീദ് പോയത്. അപ്പോൾ ആ മല്ലയുദ്ധത്തിൻ്റെ പ്രാരംഭത്തിൽ ഈ ഗോലിയാത്ത് ദാവീദിനെ വെല്ലുവിളിക്കുകയും അവൻ്റെ ദൈവനാമത്തിൽ, അതായത് ഗോലിയാത്തിൻ്റെ ദേവൻ്റെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു അല്ലെങ്കിൽ പ്രാഗി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2, ശിമയി ദാവീദിനെ ശമിച്ചു. ശമൂവേലിൻ്റെ 2 പുസ്തകം 16 അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ശിമയി ഒരു കാലത്ത് ദാവീദിനോട് ചേർന്ന് നിന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ദാവീദ് ഒരിക്കൽ ഒരു നിസ്സഹായ സാഹചര്യത്തിൽ, ഒരു ദുർബല നിമിഷത്തിൽ തൻ്റെ മകനായ അബ്ശലോമിൻ്റെ മുമ്പിൽ നിന്നും ജീവനെ ഭയന്ന് കൊട്ടാരം വിട്ട് സിംഹാസനം വിട്ട് ഓടിപ്പോയതായ സമയത്ത് ഈ ശിമയി ദാവീദിനെ പ്രാകുകയും ശപിക്കുകയും ചെയ്തു. പൂഴിവാരി എറിഞ്ഞ് ശപിച്ചും കൊണ്ട് പിന്നാലെ വന്നു എന്ന് അവിടെ നാം വായിക്കുന്നുണ്ട്. പക്ഷേ അവിടെ അതിന് പ്രതികാരമായി ദാവീദ് ശിമയെ പഴിക്കുകയോ അവനെ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തില്ല. കാരണം ദാവീദിന് കൂടെയുള്ള ആളുകൾ പറഞ്ഞ് അവനെ ഞങ്ങൾ വേണേൽ കൊല്ലാം അല്ലെങ്കിൽ ശിക്ഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ ദാവീദ് പറയുകയാണ്, വേണ്ട, യഹോവ അവനോട് പ്രാകുവാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ പ്രാകണമെന്ന് യഹോവ അവനോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അവൻ പ്രാകിക്കൊള്ളട്ടെ, അവനൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് ദാവീദ് അവനെ വിട്ടയക്കുകയാണ് ചെയ്തത്. 3, ഇയ്യോബിൻ്റെ ഭാര്യ ദൈവത്തെ ശപിക്കുവാൻ ഇയ്യോബിനോട് പറഞ്ഞു.
യോബിൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഇത്രത്തോളം ഭക്തനായി ജീവിച്ചിട്ട് നിങ്ങൾക്ക് കഷ്ടതയും രോഗവും പ്രയാസങ്ങളും നഷ്ടവുമാണ് ഉള്ളത്. അതുകൊണ്ട് ഈ ദൈവത്തെ ശപിച്ച് കളക, എന്നിട്ട് നിങ്ങൾ പോയി തൂങ്ങിച്ചാകുക, ആത്മഹത്യ ചെയ്യാമെന്നാണ് അവൾ പറഞ്ഞത്. യോബിൻ്റെ പുസ്തകം 2-9 പക്ഷേ യോബ് അങ്ങനെ ചെയ്തില്ല. തൻ്റെ ഭക്തിയും വിശ്വാസത്തെയും ഒന്നുകൂടി മുറുകെ പിടിച്ച് തികഞ്ഞ ദൈവഭക്തനായി ജീവിക്കുകയായിരുന്നു യോബ് ചെയ്തത്. 4 ബിലെയാം ഇസ്രായേൽ മക്കളെ ശപിക്കുവാൻ വേണ്ടി പോയി. സംഖ്യാപുസ്തകം 22-1 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ മക്കൾ ദൈവസഹായത്താൽ ഓരോ രാജ്യങ്ങളെയും നാട്ടുരാജ്യങ്ങളെയും കീഴ്പ്പെടുത്തി പരാജയപ്പെടുത്തി വാഗ്ദത്ത നാട്ടിലേക്ക് പോകുന്നു എന്ന വാർത്ത മോവാബ് രാജാവ് അറിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കളെ ഏത് വിധേനയും തടയണം, അവരിൽ കുടികൊള്ളുന്നത് ദൈവത്തിന് അനുഗ്രഹമാണ്, അതുകൊണ്ടാണ് അവർക്ക് വിജയമുണ്ടാകുമെന്ന സത്യം മോവാബ് രാജാവ് ഗ്രഹിച്ചപ്പോൾ ബിലെയാമിനെ പറഞ്ഞേച്ച് അവർ ശപിച്ചാൽ ദൈവാനുഗ്രഹം നഷ്ടപ്പെടുകയും ഇസ്രായേൽ മക്കൾ പരാജയപ്പെടുകയും ചെയ്യുമെന്ന മിഥ്യാധാരണയിൽ ബിലെയാം പ്രവാചകനെ കൂലിക്ക് വിളിച്ച് ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ വേണ്ടി പറഞ്ഞേച്ചു. പക്ഷേ ഇസ്രായേൽ മക്കൾക്ക് ശാപമേറ്റില്ല. ആ ശാപം ദൈവം അവർക്ക് അനുഗ്രഹമാക്കി തീർത്തു എന്നാണ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ശപിക്കുവാൻ പോയ ബിലെയാം അകാലത്തിൽ ഇസ്രായേൽ മക്കളുടെ തന്നെ വാളിൻ്റെ വിട്ടുകൊണ്ട് അവൻ പട്ടുപോയി എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നാം പഴയ നിയമത്തിൽ ശാപത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നാം ഇതുവരെയും ചിന്തിച്ചത്. ഇനി പുതിയ നിയമം ശാപത്തെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് പരിശോധിക്കാം. പുതിയ നിയമത്തിൽ നിസ്തുലനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽ വളരെ പ്രധാനപ്പെട്ടതായ ഒന്നാണ്. യേശു പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ എന്നാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-28 അത് പ്രതിപാദിച്ചിരിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. 1 കൊരിന്ത്യർ 16-22 അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് കർത്താവായ കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. എന്തായിരിക്കുന്നതിൻ്റെ കാരണം? അവിടെ പൗലോസ് ഉദ്ദേശിച്ചിരിക്കുന്നത് മനുഷ്യവർഗത്തിൻ്റെ പാവപരിഹാരത്തിന് വേണ്ടി യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് മനുഷ്യനായി അവതരിച്ച് എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച് പാവപരിഹാരം വരുത്തിയിരിക്കെ ആ രക്ഷകനായ യേശുവിൽ വിശ്വസിച്ച് പാവമോചനം പ്രാപിക്കാതെ ഒരാൾ അതിനെ അവഗണിക്കുമ്പോൾ അവൻ ശപിക്കപ്പെട്ടവൻ തന്നെയാണ്. അതാണ് പൗലോസ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. 3 നാവുകൊണ്ട് കർത്താവിനെ പിതാവിനെയും സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി അതേ നാവുകൊണ്ട് ദൈവസാദൃശ്യത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് സ്തോത്രവും അതേ വായിൽ നിന്ന് ശാപവും പുറപ്പെടുന്നത് യോഗ്യമല്ല. യാക്കോബിൻ്റെ ലേഖനം 3-8-12 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: നാവുകൊണ്ട് കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, അതേ നാവുകൊണ്ട് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യനെ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് സ്തോത്രവും ശാപവും പുറപ്പെടുന്നത് യോഗ്യമല്ല എന്നാണ് ആ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവസാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ മറ്റൊരു മനുഷ്യനെ ശപിക്കുന്നത് ദൈവവചനം അത് അനുവദിക്കുന്നില്ല, അത് ശരിയല്ല. നാം എല്ലാവരും ഒരു കാലത്ത് ശാപത്തിന് കീഴിലായിരുന്നു. എന്നാൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതിൻ്റെ വെളിച്ചത്തിൽ പാവമോചനം പ്രാപിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിന് അനുഗ്രഹം അവരുടെ ശിരസ്സിന്മേലുണ്ട്. അങ്ങനെ ദൈവാനുഗ്രഹം പ്രാപിച്ച ഒരു വ്യക്തി ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ അതേ നാവ് കൊണ്ട് അവരനെ ശപിക്കുന്നത് ശരിയല്ല എന്നാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. 4 പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതും ആകുന്നു. ചുട്ടുകളക അത്രേ അതിൻ്റെ അവസാനം. എബ്രായർ 6-7-8 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ എബ്രായ ലേഖനത്തിൽ ലേഖനകർത്താവായ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ടും ഭൂമിക്ക് ആവശ്യമുള്ള വെള്ളമുണ്ട്, വളമുണ്ട്, എല്ലാം സാഹചര്യങ്ങളുമുണ്ട്. പക്ഷേ കൃഷി ചെയ്യുന്ന ഒരു കർഷകന് ഈ ഭൂമി 100 മേനി ഫലം കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ആ ഭൂമി കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ആ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അതിനെ കത്തിച്ച് കളയുക മാത്രമാണ് അതിൻ്റെ അടുത്ത നടപടി എന്നാണ് ഇവിടെ ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അക്ഷരാർത്ഥത്തിൽ ഭൂമിയെക്കുറിച്ചല്ല, ഓരോ ആത്മീയരായ വ്യക്തിയെക്കുറിച്ചാണ്. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചിട്ട് ആ ദൈവം പ്രസാദിക്കുന്ന നിലയിൽ പ്രതിഫലം കൊടുക്കുന്നില്ലെങ്കിൽ, പകരം കൊടുക്കുന്നില്ലെങ്കിൽ, ദൈവത്തിൽ നിന്ന് ദൈവം പ്രസാദിക്കുന്ന നിലയിൽ ആത്മീയമായ ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ ശപിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് എന്നാണ് ഇവിടുത്തെ വിവക്ഷ എന്ന് നാം മനസ്സിലാക്കുക. ആയതിനാൽ ദൈവത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചവരായ നാം
ദൈവത്തിന് ഇഷ്ടമുള്ള, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ദൈവത്തിന് 30, 60, 100 മേനി ഫലം കൊടുക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്ന സത്യം നാം ഗ്രഹിക്കുക. 5, കറയും കളങ്കവും ഉള്ളവരായി വ്യാജന്മാരും ദ്രവ്യാഗ്രഹികളുമായവർ ശാപയോഗ്യന്മാരാണ്. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഇവിടെ പത്രോസ് പറഞ്ഞിരിക്കുന്നത് കറയും കളങ്കവും ഉള്ളവരായി വ്യാജന്മാരും ദ്രവ്യാഗ്രഹികളുമായ മനുഷ്യർ ആരാണ്? അവർ ശപിക്കപ്പെട്ടവർ തന്നെയാണ്. ഇതിൻ്റെ അർത്ഥം സഭയിൽ നുഴഞ്ഞു കിടന്ന് വിശ്വാസിയുടെ ലേബൽ ധരിച്ച് അല്ലെങ്കിൽ വേഷഭക്തി ഉള്ളവരായ ചില ആളുകൾ യഥാർത്ഥത്തിൽ അവർക്കൊരു മാനസാന്തരം ഉണ്ടാകാതെ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാതെ വീണ്ടും പാപത്തിൻ്റെ അവസ്ഥയിൽ ജീവിക്കുകയും ഞാൻ സഭയുടെ ഭാഗമാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ആളുകൾ ആരാണ്? അവർ വ്യാജന്മാരാണ്. അവരുടെ ജീവിതത്തിൽ കറയുണ്ട്, കളങ്കമുണ്ട്. അവർ ദ്രവ്യാഗ്രഹികളുമാണ്. അപ്പം അങ്ങനെയുള്ളവർ വാസ്തവത്തിൽ ഇന്നും ശാപത്തിന് കീഴിൽ തന്നെയാണ് എന്നാണ് പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥമായ സത്യവിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് വ്യാജനായി തീരുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിലൊക്കെ ധാരാളം വ്യാജന്മാർ ആത്മീയ മണ്ഡലത്തിൽ വിലസുന്നുണ്ട് എന്നത് ഒരു പരമയാഥാർത്ഥ്യമാണ്. 6-ാമത്തത്, പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. മത്തായി 25:41 വാക്യം. നിസ്തുലനായ കർത്താവായ യേശുക്രിസ്തു നേരിട്ട് പ്രസ്താവിച്ച വാക്യമാണ് നാം വായിച്ചു കേട്ടത്. പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. അന്ത്യന്യായവിധിയെ കുറിക്കുന്ന സൂചനയാണിത്. ലോകാവസാന നാളിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ അവൻ 2 കൂട്ടരായിട്ട്, 2 വിഭാഗമായിട്ട് മനുഷ്യരെ വേർതിരിക്കും. ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്ന പോലെ ഇടത്തും വലത്തുമായിട്ട് നീതിമാന്മാരെ, നീതി കെട്ടവരെയും കർത്താവ് വേർതിരിച്ച് നീതിമാന്മാർക്ക് ലോകസ്ഥാപനം മുതൽ ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കി കൊള്ളുക എന്ന് പറഞ്ഞ് അവരെ നിത്യതയിലേക്ക് പറഞ്ഞു വിടുകയും, അതുപോലെ തന്നെ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടാതെ ദൈവ കൽപ്പനയെ ലംഘിച്ച് ക്രിസ്തുവിനെ രക്ഷകനായിട്ട് അംഗീകരിക്കാതെ പാപത്തിൽ ജീവിക്കുന്ന ആളുകളോട് പറയാണ്, ഇടത്തുള്ളവരോട് പറയാണ്, ശപിക്കപ്പെട്ടവരെ നിങ്ങൾ പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ലോകാവസാനം വരെ ഇവിടെ ശപിക്കപ്പെട്ടവരുമുണ്ട്, അനുഗ്രഹിക്കപ്പെട്ടവരുമുണ്ട് എന്ന ഒരു വലിയ യാഥാർത്ഥ്യം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രസ്താവനയിലൂടെ നമുക്ക് ബോധ്യമാകുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ അന്ത്യന്യായവിധിയിൽ നാം നിൽക്കുന്നത് എവിടെയാണ്? ഇടത്താണോ വലത്താണോ? നാം അനുഗ്രഹിക്കപ്പെട്ടവരാണോ ശപിക്കപ്പെട്ടവരാണോ എന്ന് വിലയിരുത്തേണ്ടത് നാം തന്നെയാണ്. 7-ാമതായി, യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 3-ാം വാക്യം. ബൈബിളിൽ ഏറ്റവും ഒടുവിലായിട്ട് ശാപം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെയാണ്. വെളിപ്പാട് പുസ്തകം 22-ന്റെ 3-ാം വാക്യം. ഉൽപ്പത്തിയിൽ തുടങ്ങി വെളിപ്പാട് വരെ ശാപം എന്ന പദം ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ വാക്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. ഇത് വിദൂര ഭാവിയിൽ നിത്യതയിൽ ദൈവത്തോടു കൂടെ സഭ അല്ലെങ്കിൽ സഭാ മക്കൾ, സഭാ അംഗങ്ങൾ ആയിരിക്കുന്നതിൻ്റെ ഒരു ചിത്രവും ഈ ഭൂമിയിൽ അത് നമുക്ക് അക്ഷരാർത്ഥത്തിൽ ഉള്ളതല്ല എങ്കിലും ഇവിടെ അതിൻ്റെ ഒരു പ്രതിബിംബം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. സ്വർഗത്തിൽ നാം ശരിക്കും അക്ഷരാർത്ഥത്തിൽ ക്രിസ്തുവിനോടുകൂടെ ശാപമില്ലാത്തതും രാത്രിയില്ലാത്തതും കണ്ണുനീരില്ലാത്തതും കഷ്ടതയില്ലാത്തതുമായ ഒരു സ്ഥലമാണ് നിത്യത. ക്രിസ്തുവിനോടുകൂടെ നാം അവിടെയായിരിക്കും. എന്നാൽ അതിൻ്റെ ഒരു പ്രതിബിംബമായി ദൈവത്തിൻ്റെ സഭയോടുള്ള ബന്ധത്തിൽ നാം ഇപ്പോൾ ആത്മീകമായി നാം ക്രിസ്തുവിൻ്റെ സഭയുടെ ഭാഗങ്ങളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ണുനീരോ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ ഒക്കെ ജീവിതത്തിലുണ്ടെങ്കിലും അത് നമുക്ക് ആശ്വാസമുണ്ട്. ശാപത്തിന് കീഴിലായിരുന്ന ആളുകൾക്ക് യേശുക്രിസ്തുവിലൂടെ ആ മോചനം ലഭിച്ചിട്ടുണ്ട്, രക്ഷ പ്രാപിച്ചവരാണ്. അവരുടെ ജീവിതത്തിൽ ഇനി ശാപമില്ല. അതുകൊണ്ടാണ് ഇനി ഒരു ശാപവും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ ആത്മീകമായ അനുഗ്രഹത്താൽ എന്ന് ക്രിസ്തുവിൻ്റെ സഭയുടെ ഭാഗമായി തീർന്നിരിക്കുന്നു എന്നാണ് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നാം പുതിയ നിയമത്തിൽ ശാപത്തെക്കുറിച്ച് പ്രധാനമായി പ്രതിപാദിച്ചിരിക്കുന്ന വാക്യങ്ങളാണ് പരിശോധിച്ചത്. അടുത്തതായി പരിശോധിക്കുന്നത് ശാപമോക്ഷം ആരിലൂടെയാണ്? കർത്താവായ യേശുക്രിസ്തുവാണ് മനുഷ്യന് യഥാർത്ഥമായ ശാപമോക്ഷം നൽകുന്നത്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ
പണ്ഡിത വരേണ്യനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ഗലാത്യലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം. അപ്പോൾ ഈ വാക്യം വളരെ ശ്രദ്ധേയമാണ്. മനുഷ്യവർഗത്തിൻ്റെ ശാപത്തിൽ നിന്നും പരിപൂർണമായ ശാപമോക്ഷം നൽകുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു അവനിൽ അവതാരമെടുത്തത്. മനുഷ്യൻ്റെ സകല പാപങ്ങളും ഏറ്റെടുത്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചതോടുകൂടി അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്നതിലൂടെ സകല മനുഷ്യവർഗത്തിൻ്റെയും പാപവും ശാപവും യേശു ക്രിസ്തു എന്നേക്കുമായി നീക്കിയിരിക്കുന്നു, പരിഹരിച്ചിരിക്കുന്നു എന്നാണ് ദൈവശാസ്ത്രം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അപ്പം നമ്മെ വിലയ്ക്ക് വാങ്ങി എന്നാണ് ഗലാത്യയിലെ വിശ്വാസികളോട് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തു എന്ന ആ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രയും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നെന്ന് പത്രോസും തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. വ്യർത്ഥവും പിതൃ പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്നു മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പത്രോസ് പറഞ്ഞിരിക്കുന്നു. അപ്പം നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് പാവമോചനം പ്രാപിച്ചിരിക്കുന്ന എല്ലാവരും ക്രിസ്തുവിനാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ക്രിസ്തു അവരെ വിലയ്ക്ക് വാങ്ങി. അവരുടെ മേൽ ഇനി ശാപമില്ല, അവരുടെ മേൽ ഇനി പാപവുമില്ല. അപ്പോൾ എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾക്കും ശാപങ്ങൾക്കും സമ്പൂർണമായ നിവൃത്തി അല്ലെങ്കിൽ ശാപമോക്ഷം നൽകുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ മരണത്തിലൂടെ എല്ലാ മനുഷ്യരുടെയും പാപത്തെയും ശാപത്തെയും എന്നേക്കുമായി യേശു ക്രിസ്തു നീക്കി. അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. നാം മരിക്കേണ്ട സ്ഥാനത്ത് യേശു നമുക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ പാപവും ശാപവും അവൻ വഹിച്ചു എന്നാണ് ബൈബിൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം പഴയ നിയമത്തിലെ ഒരു ഉദ്ധരണിയാണ്. ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്ന് മരത്തിന്മേൽ തൂക്കിയാൽ അവൻ്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവനും ഇരിക്കരുത്. അന്ന് തന്നെ അവനെ കുഴിച്ചിടേണം. തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തൻ ആകുന്നു. ആവർത്തന പുസ്തകം 21-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഈ വാക്യമാണ് പൗലോസ് ഗലാത്യർ 3:13 എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത്. ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്നു മരത്തിന്മേൽ തൂക്കിയാൽ അവൻ്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവനും ഇരിക്കരുത്. അന്ന് തന്നെ അത് കുഴിച്ചിടേണം. തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തൻ ആകുന്നു. വാക്യം വളരെ ക്ലിയറാണ്. അപ്പോൾ ഈ വാക്യത്തിന് പ്രകാരം യേശുക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണ യുഗത്തിൽ ഒരാൾ തൂങ്ങി മരിച്ചാൽ അവൻ ശപിക്കപ്പെട്ടതാണ്, അവൻ്റെ കുടുംബവും ശപിക്കപ്പെട്ടതാണ്. അപ്പോൾ ആ ശാപം നിലനിൽക്കുകയാണ്. ഇതുപോലെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. എന്തിനു വേണ്ടി? നമ്മെ ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും എന്നേക്കുമായി വിടുവിക്കുന്നതിന് വേണ്ടിയായിരുന്നു യേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നത്. ആയതിനാൽ ഇന്ന് ഒരാൾ യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള സുവിശേഷത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുമ്പോൾ പാപം ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷകനും കർത്താവും ദൈവമായി അംഗീകരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പാപം എന്നേക്കുമായി നീക്കപ്പെടുന്നു, അവൻ്റെ ശാപവും എന്നേക്കുമായി നീക്കപ്പെടുന്നു. പിന്നെ അവനിൽ പാപവും ശാപവും ഇല്ല. നാം പാപം ചെയ്യാതെ നമ്മെ വിളിച്ച് വേർതിരിച്ച കർത്താവിനെ മഹത്വപ്പെടുത്തി കുറ്റമറ്റ ഒരു ജീവിതം നയിക്കുന്നുവെങ്കിൽ നാം പാപത്തിന് കീഴിലും ശാപത്തിന് കീഴിലുമല്ല. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിനും ശാപത്തിനും എന്നേക്കുമായി അറുതി വരുത്തുവാൻ വേണ്ടിയായിരുന്നു നിസ്തുലനായ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. അങ്ങനെ യേശുക്രിസ്തു ആ കൃത്യം നിർവഹിച്ച് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നു. ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള സുവിശേഷത്തിൽ ഒരാൾ ഇന്ന് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പാപവും ശാപവും മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന് മടങ്ങി വരെയും ഈ സുവിശേഷം ഭൂമിയിൽ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും.
അതുവരെയുള്ള കാലയളവിൽ ഒരാൾ രക്ഷിക്കപ്പെടുന്നുവെങ്കിൽ അവൻ്റെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും പരിപൂർണമായ മോചനം ക്രിസ്തുവിലൂടെ വിശ്വാസത്താൽ ലഭ്യമാണ്. ആയതിനാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനവും ശാപമോക്ഷവും നേടി അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.